ഹായ് ഫ്രണ്ട്സ്, ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയാവുമ്പോഴേ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒന്നൊന്നര ഡെസേർട്ടാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ താരം. അപ്പം പുട്ടേനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ പണ്ടത്തെ പോലെ നെയ്യിൽ വറുത്ത് കൊടുത്താലൊന്നും ഇപ്പോൾ ഇത് ചിലവാവാത്തൊരവസ്ഥയിലേക്കായിരുന്നു. അങ്ങനെ ഒരു പുതിയ ഐറ്റത്തിലേക്ക് വെച്ച് പിടിച്ചതാണ് കേട്ടോ. 2 നേന്ത്രപ്പഴം 4 അല്ലെങ്കിൽ 2 ഡിവൈഡ് ചെയ്തിട്ട് അരിഞ്ഞെടുക്കുക. ഇനി പഴമില്ലാത്തപോലെ വിഷമിക്കേണ്ട, ആ പോർഷൻ അങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കയ്യിലുള്ള നട്ട്സ് എന്താണോ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചൊന്ന് മൂപ്പിച്ചിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതുകൊണ്ട് തന്നെ പഴം നല്ലോണം കുക്കായിന് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ കയ്യിൽ ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ വെച്ചാൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആ പുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നെയ്യിൽ കിടന്നിട്ട് ഈ പുട്ടൊന്ന് എരിയുന്ന രീതിയിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം പിന്നെ തുറന്നിട്ട് ഒരു ഇത്തിരി പാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണോ ഉള്ളത്, പുട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് അതിനനുസരിച്ചാണ് കേട്ടോ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പാൽ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ ഇപ്പം പാൽ മാത്രമേ ആഡ് ചെയ്യണുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പാലൊഴിച്ചിട്ട് നിങ്ങളെ തിക്നെസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് 2 സ്പൂൺ പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ ഡെസേർട്ട് റെഡി ആയിന് കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയുള്ള ഐറ്റം കൊണ്ട് തന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള ഡെസേർട്ട് റെഡിയാക്കിയില്ലേ. അപ്പോൾ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി ഉണ്ടാകുമ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പം ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ചൂടാറിയതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം തണുപ്പിച്ച് കഴിച്ചാൽ സാധനം പൊളിയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കി അന്നത്തേക്കാളും ഇതിന് റേറ്റിംഗ് കിട്ടിയത് അതിൻ്റെ പിറ്റേ ദിവസമാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബാക്കിയാവുമ്പം ഇതേപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.